നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ, അതായത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലിങ്ക് റേറ്റ് അല്ലാണ്ട് വോക്കൽ ടോൺസ് ആൻഡ് പാറ്റേൺ ആൻഡ് റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് വെച്ച് ബിഹേവിയർ അനലൈസ് ചെയ്യാൻ പറ്റുമോ? ബിഹേവിയർ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണ്, അതിൻ്റെ ഇൻറ്റൻഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ബ്ലിങ്ക് റേറ്റ് അല്ലാതെ വോക്കൽ ടോൺസ്, വോയിസ് സ്ട്രെസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റയർ ഡിഫറൻ്റ് ആയിട്ടൊരു ബ്രാഞ്ച് തന്നെയുണ്ട്. അതുപോലെ തന്നെ പാറ്റേൺ, നമ്മളിവിടെ എല്ലാം പാറ്റേൺ, ബിഹേവിയർ പാറ്റേണിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻസ് ആണ് നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബേസ് ലൈൻ ബിഹേവിയറിൽ നിന്നുണ്ടാകുന്ന സെറ്റ് ഓഫ് ബിഹേവിയർ പാറ്റേണിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിനൊക്കെ ഒരു പ്രോപ്പറായിട്ടൊരു മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യണം എന്നത് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു സയൻറ്റിഫിക് ബാക്കപ്പ് ഓരോ മെത്തേഡിനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൂവൺ ടെക്നിക്ക് ഉണ്ടാവണം. അടുത്ത അതിൻ്റെ ബാക്കി ആ സെയിം ആൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, സ്ട്രെസ് ഡിപ്രഷൻ മാറ്റുമോ? അതായത് എൻ്റെ ഒരു ഫ്രണ്ട് സിവിയർ ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ പുള്ളിയോട് പറഞ്ഞു, എടാ നിന്നെ കുറച്ച് ആൾക്കാർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിന്നെ ഇടിക്കാൻ പ്ലാനുണ്ട് എന്നൊക്കെ കള്ളം പറഞ്ഞു. ഫ്രം ദാറ്റ് മൊമെൻറ്റ് പുള്ളി നല്ല ഒബ്സർവ് ചെയ്യാനും സോഷ്യൽ ആകാനും ഒക്കെ തുടങ്ങി. പയ്യെ ആ ഡിപ്രഷൻ മാറി. ഞാൻ ഈ ഐഡിയ കിട്ടിയത് വാറിനെ പറ്റി, അതായത് യുദ്ധത്തെ പറ്റി ചിന്തിച്ചപ്പോൾ ആണ്. വാർ ടൈംസിൽ ആർക്കും ഡിപ്രഷൻ അല്ല, സർവൈവലാണ് ലക്ഷ്യം. സോ ബ്രെയിൻ മേ ചേഞ്ച് വേ ഓഫ് തിങ്കിങ് ആൻഡ് ഓൾസോ ഡിപ്രഷൻ. സോ വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ചിലപ്പോൾ എൻ്റെ ഈ ഐഡിയ തെറ്റായിരിക്കും, ബട്ട് വർക്കായി. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡിപ്രഷൻ, സിവിയർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ ഹോർമോണലായിട്ടുള്ള ഇംബാലൻസ് ഉണ്ട്, ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. അവിടെ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അയാൾക്ക് ഒന്നിനോടും വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ. ഇതൊക്കെയാണ് ഒരു ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഡിപ്രസീവ് ഡിസോർഡറിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ സിംറ്റംസ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ഒരു സർവൈവൽ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിലേക്ക് വരും. അതായത് എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നൊരു രീതിയിൽ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പം ഈ ഫോക്കസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ സർവൈവൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ സ്ട്രെസ്സാണ്. ഹൈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസാവും. ഇതൊരു ഹൈ സ്ട്രെസ്സ് വളരെ ലോങ് പീരീഡിലേക്ക് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് അതിൻ്റെ പുറകെ, അതായത് ഒരു ഡിപ്രസീവ് കണ്ടീഷൻ ആണെങ്കിൽ അത് വീണ്ടും ഒരുപാട് വേഴ്സായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകാനാണ് കൂടുതൽ സാധ്യത. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഈ ഒരു അവസ്ഥയിലാണ്, ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി എങ്കിൽ ഒരു സിവിയർ ആയിട്ടുള്ള ഡിപ്രസീവ് ഡിസോർഡർ ഒന്നും ആകാനായിട്ടുള്ള ചാൻസ് ഇല്ല. അയാൾ ചിലപ്പോൾ വളരെ സാഡായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വളരെ ഡൗൺ ആയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് അയാൾ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ വാർ സോണിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ വാർ സോണിൽ കറക്റ്റാണ്, ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അവിടെയുള്ള എല്ലാവർക്കും. അവരുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് അവരതിന് ശേഷം എത്തുന്നുണ്ട്. സോ ഇതൊരു ഒരു ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് അതായത് അല്ലെങ്കിൽ സിവിയർ ഡിപ്രസീവ് ഡിസോർഡർ ഒക്കെ ഉള്ള ഒരു വ്യക്തിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കണ്ടീഷൻ ഇതിനേക്കാളും ഭയാനകമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ മാത്രമേ ഉള്ളൂ അത് ഉപകരിക്കത്തുള്ളൂ. ചെറിയ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഡീവിയേറ്റഡായി, അയാളുടെ ഫോക്കസ് മാറി, മേ ബി ഹീസ് ഇൻ എ ഗുഡ് കണ്ടീഷൻ നൗ, വി ക്യാൻ ഹോപ്പ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആ വ്യക്തി അത് കഴിഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഐ വാസ് നോട്ട് എ കോൺഫിഡൻറ്റ് ഗായ് ആൻഡ് ഫിയർഡ് ടു ടോക്ക് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫീമെയിൽസ്. ബട്ട് ഒരു 20-30 ഡേയ്സിൽ ഞാൻ മനസ്സിൽ ഓരോ സിനാരിയോസ് റിഹേഴ്സ് ചെയ്യാൻ തുടങ്ങി, ലൈക്ക് സ്പീക്കിംഗ് ഇൻ പബ്ലിക് ആൻഡ് എവരിവൺ ഈസ് ക്യൂരിയസ്ലി ലിസണിങ് മീ. Girls started noticing me. I started talking deeply and they are looking deep in my eyes. Like these, and also while visualizing these things in head, I acted confident like Brad Pitt in movies and mentally copied their body language, etc. But after doing this visualization, no, I can talk with anyone no matter gender
or age. So I think brain can recognize what is real, what is fake. So that strategy really worked. What is your opinion on this? അതായത് ലോ കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു, ഞാൻ നേരത്തെ നമ്മൾ സ്പെസിഫൈ ചെയ്ത പോലെ തന്നെ ഒരു വിഷ്വലൈസേഷൻ എക്സസൈസാണ്. അതായത് ബ്രെയിനിന് റിയാലിറ്റിയും ഒരു മെൻ്റൽ റിഹേഴ്സൽ, അത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആൻസൈറ്റി, ഫിയർ, ഇതൊക്കെ ഒരു നോർമൽ പേഴ്സൺ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് സാധിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ടെക്നിക്ക് തന്നെയാണ് മെൻ്റൽ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ മെൻ്റൽ റിഹേഴ്സൽ എന്ന് പറയുന്നത്. അതിന് ബാക്കിയായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, എനിക്ക് ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ഇൻട്രസ്റ്റ് ആണോ ബോർഡാണോ, പിന്നെ അയാളുടെ മെൻ്റൽ സ്റ്റേറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും ഒരു ക്ലൂസ് ആൻഡ് ബോഡി ലാംഗ്വേജ് നോക്കാതെ. അതുപോലെ തന്നെ എന്നോട് ദേഷ്യപ്പെട്ടാലും തിരിച്ച് ദേഷ്യപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ അവരുടെ ബ്രെയിനിൽ കയറി അവരുടെ പെർസ്പെക്റ്റീവ് വെച്ച് ചിന്തിക്കും. ഈ സ്വഭാവം നല്ലതാണോ അതോ എൻ്റെ ലൈഫിനെ ബാധിക്കുമോ? മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഏറ്റവും, ഇറ്റ്സ് മൈ ഒപ്പീനിയൻ, ഓക്കെ. മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് അറിഞ്ഞ് നമ്മൾ പെരുമാറുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ സൈഡും കൂടെ കുറച്ചുകൂടെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റൊരാളെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നൊരു പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. നമുക്ക് ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അതല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഒബ്സർവേഷൻ ആണെങ്കിലും, ഒരു വ്യക്തിക്ക് നമ്മളെ ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഉപകരിക്കുന്ന കാര്യമാണ്. സോ ഇങ്ങനെ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും ഇങ്ങനെയുള്ള കാര്യത്തിൽ. സോ ഇതിന് ബാക്കിയായിട്ട് തന്നെ അദ്ദേഹം ചോദിച്ചിരിക്കുന്നൊരു കാര്യം, അതുപോലെ തന്നെ എനിക്ക് സ്റ്റോക്കിംഗ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടോ എന്നൊരു ഡൗട്ട്. അത് എങ്ങനെ നിർത്താൻ പറ്റും? എക്സാമ്പിൾ, ഒരു ഗേളിനെ കണ്ടാൽ അവളോട് മിണ്ടുന്ന പകരം അവളുടെ ഫോട്ടോ എടുത്ത് റിവേഴ്സ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അമ്പലത്തിലല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമും ഉള്ള പ്ലേസ് ആണെങ്കിൽ ഇൻസ്റ്റയിൽ അവിടുത്തെ ലൊക്കേഷൻ എടുത്ത് റീസെൻറ്റ് പോസ്റ്റ് നോക്കി അവളെ കണ്ടുപിടിക്കുക. അറിയാവുന്ന ഗേൾസ് ആണെങ്കിൽ അവരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് ഇൻസ്റ്റ എടുത്ത് യൂസർ നെയിം അടിച്ച് ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുമ്പോൾ അവളുടെ ഫോണിൽ OTP കണ്ട് അത് നോക്കി എൻ്റെ ഫോണിൽ ലോഗിൻ ചെയ്യുക. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇൻസ്റ്റയിലെ എക്സ്പ്ലോർ പേജ് നോക്കി അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുക. അവരുടെ റീൽ സജഷൻ നോക്കി അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് മനസ്സിലാക്കുക. അങ്ങനെ കുറേ സ്റ്റോക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. എനിക്ക് ബാഡാണെന്നറിയാം, മാറ്റാൻ താല്പര്യമുണ്ട്. ഫസ്റ്റായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബിഹേവിയർ അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവെയർ ആവുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതായത് ഇത് എനിക്കൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം അത്ര നോർമൽ അല്ല, എനിക്ക് മാറ്റാൻ താല്പര്യമുണ്ടെന്ന് ഒരാൾ സ്വയം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിങ്ങനെ എന്താണ് വൈ ഐ ആം ഡൂയിങ് ഇറ്റ് എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ ഒരു പോയിന്റിലല്ല, നിങ്ങൾക്ക് ജേർണലിങ് ചെയ്യാം. നിങ്ങളൊരു ദിവസം ഒരു ബുക്കൊക്കെ എടുത്തിരുന്നിട്ട് ജസ്റ്റ് ട്രൈ. നിങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളിത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു ഗേളിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ഗേൾസിനെ കാണുമ്പോഴും ഇതേ ട്രിഗർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ? അതോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാറ്റഗറി വരുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നും നമുക്ക് നോക്കാം. അതായത് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ഓരോ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ട്രിഗറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ബിഹേവിയേഴ്സും അവിടെ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരാളുടെ ബിഹേവിയർ മനസ്സിലാക്കുക, മറ്റൊരാളുടെ പ്രൈവസിയിൽ ഇൻവേഡ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യം ഒരു ഡോമിനൻസിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുക, അവരുടെ റീൽസ് സജഷൻ നോക്കി അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് മനസ്സിലാക്കുക. അപ്പോൾ അവരെ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ഡോമിനൻസ് ആണോ അതോ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതായത് ഒരു കൂടുതലായിട്ടും ഒരു ക്രൗഡിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാനാണോ? ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇദ്ദേഹത്തിന് തന്നെയുള്ളൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് ബാക്കിയായിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പിന്നെ സംസാരിക്കുമെങ്കിലും ഇതുവരെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. സോ ഒരു ലുക്കില്ലാത്ത ബോയ് നല്ല ഗേൾസായിട്ട് പോകുമ്പോൾ നല്ല ഈഗോ തോന്നും. പിന്നെ ഗേൾസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മെൻ്റലി തളർത്താൻ നല്ല ആഗ്രഹമുണ്ട്. ലൈക്ക് ഗ്യാസ് ലൈറ്റിംഗ്, ട്രയാങ്കുലേഷൻ, ലവ് ബോംബിങ്, ഐസൊലേഷൻ ഒക്കെ.
സോ ഐ വാണ്ട് ടു ബി എ ഗുഡ് ഗായ്. എൻ്റെ ഈ മൈൻഡ് സെറ്റ് മാറണം, അതിന് ടിപ്സ് താ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം തന്നെ, ഇത്രയും വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നീഡുകളുണ്ട്. സോ ഈ വ്യക്തിയുടെ നീഡെന്ന് പറയുന്നത് ഒരു പ്രൈമറി നീഡിൽ ഒരു വാലിഡേഷനോ അപ്രൂവലോ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരാളുടെ ബ്രെയിനിൽ കയറാൻ പറ്റും, അവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്, അവരുടെ നീഡെന്ന് പറയുന്നത് അപ്രൂവൽ ആൻഡ് വാലിഡേഷൻ ആണ്. ഫസ്റ്റ് പ്രൈമറി നീഡെന്ന് പറയുന്നത്. സെക്കൻഡ് നീഡെന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡറി നീഡെന്ന് പറയുന്നത് ഒരു ഡോമിനൻസ് ആണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തളർത്താൻ പറ്റും എന്നൊക്കെ തോന്നാറുണ്ട് എന്ന് പറയുന്ന ഒരു പവർ, എനിക്ക് മറ്റുള്ളവരുടെ മേളിലൊരു പവർ അല്ലെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വാലിഡേഷൻ, അതിനോട് കണക്ട് ചെയ്ത് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലുക്കില്ലാത്ത ബോയ് ഒരു ഗേളായിട്ട് പോകുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇതുവരെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. സോ മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നുണ്ടാകുന്ന ഒരു ട്രിഗറാണ്. അതായത് എനിക്ക് ഇതുവരെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല, സോ വലിയ ലുക്കൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി മറ്റൊരു ലുക്കുള്ള ഒരാളുമായിട്ട് അങ്ങനെ പോകുന്നു കാണുമ്പോൾ ഒരു ഇൻസെക്യൂർ ആവുന്നു. എന്നാൽ ഇത് അത്ര വേണ്ടല്ലോ എന്നുള്ള രീതിയിലൊരു കാരണം എനിക്ക് ഇത്ര സ്കില്ലുണ്ട്, ഞാൻ ഇത്ര നല്ല സ്കില്ലുള്ള ആളാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും, സോ ഞാനിത് ചെയ്യും എന്നൊരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഒരു ഡോമിനൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മൾ വീക്ക് ആകുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിയർ, ആൻസൈറ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇദ്ദേഹം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് വന്ന് ആ ഒരു ഇൻസെക്യൂരിറ്റി നമ്മൾ തന്നെ നമുക്ക് മാറ്റിയെടുക്കണം. ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് വാലിഡേഷൻ, മറ്റുള്ളവരിൽ നിന്ന് അപ്രൂവൽ, വാലിഡേഷൻ, ഇതൊക്കെ വേണ്ടി വരുന്നത് നമുക്കത്ര വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ തിരിച്ചറിയണം. നമുക്ക് മറ്റൊരാളുടെ അടുത്തുനിന്ന് വാല്യൂൻ്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ഗ്രോ ചെയ്യണം. നമുക്ക് എവിടേക്കാണോ ലാഗ് ചെയ്യുന്നത്, നമ്മുടെ സ്കിൽസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കില്ലാണ്. നമുക്ക് കുറേ അറിവുണ്ടായതുകൊണ്ടോ നോളജ്, കുറേ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട് എന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു സ്കിൽ. നമുക്കത് ചെയ്യാൻ പറ്റണം. അതായത് എനിക്ക് വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നീന്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം, പക്ഷേ ഞാൻ ഇതുവരെ നീന്തിയിട്ടില്ല എന്ന് പറയുന്നത് പോലെ. സോ ഫസ്റ്റ് നിങ്ങൾ നീന്താൻ പഠിക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഗ്രോ ചെയ്യുക. ആ ഗ്രോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വീക്ക്നെസ്സും കൂടെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് നിങ്ങൾ ഉയർത്താൻ ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് പതിയെ കുറഞ്ഞു വരാൻ തുടങ്ങും. ഞാനിതെല്ലാം ഒരു ജനറലൈസ്ഡ് വേർഷനിലാണ് പറയുന്നത്, ബിക്കോസ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സർക്കംസ്റ്റൻസസ് ഡിഫറൻസ് ആണ്. ഐ നോ ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആസ് എ കോൺസ്റ്റൻറ്റ് ഫോളോവർ ഓഫ് യുവേഴ്സ് ഐ ഹാവ് സം ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു സമ്മൺ ഇൻട്രസ്റ്റഡ് ഇൻ പർസ്യൂയിങ് എ കരിയർ ഇൻ ബിഹേവിയർ അനാലിസിസ്? അതായത് ബിഹേവിയർ അനാലിസിസ് കരിയറിൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ബിഹേവിയർ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സൈക്കോളജിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫസ്റ്റിലെ സൈക്കോളജി ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗൺസിലിംഗ് ഫീൽഡിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. സോ കൗൺസിലിംഗ് ഫീൽഡിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാരുടെ പ്രോബ്ലംസ്, ഒരു മജോറിറ്റി ഓഫ് പ്രോബ്ലംസ്, നമുക്ക് കുറച്ച് ബയോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ മാറ്റി നിർത്താം. അങ്ങനെ മാറ്റി നിർത്തിയാൽ തന്നെ എൻവയോൺമെൻറ്റിൽ നിന്ന്, ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം. ഒരുപാട് ഇപ്പം മെയിൻലി നമ്മളിപ്പോൾ പറയും മാനിപ്പുലേഷൻ, അബ്യൂസ്, ബാഡ് റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ്, ഇതുപോലെ പലതരത്തിലുള്ള ഇമോഷണൽ പ്രോബ്ലംസ്, ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എല്ലാം മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ തന്നെ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെ ഇതിനെ എങ്ങനെ കുറച്ചും കൂടെ ഒരു പ്രിവെൻഷൻ ലെവലിൽ കൊണ്ടുപോകാം എന്നുള്ളൊരു തോട്ട് വന്ന് അങ്ങനെ ഈ ഒരു ബിഹേവിയർ ലെവലിലേക്ക്, അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ച്, ബിഹേവിയർ അനാലിസിസ്, അങ്ങനെ ഒരു ലെവലിലേക്ക് ചേഞ്ച് ആയതാണ്. സോ ബിഹേവിയർ അനാലിസിസിലേക്ക് വരുമ്പോൾ സിംഗിൾ ലെവലിലേക്ക് പോകാതെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഇപ്പം ബിഹേവിയർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ മെൻ്റൽ കണ്ടീഷൻ, അവർക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം, അതിൻ്റെ ഫൗണ്ടേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ്
നിങ്ങളൊരു സൈക്കോളജി ഗ്രാജുവേഷൻ നേടിയതിന് ശേഷം ഇഫ് യു വാണ്ട് ടു ഗോ ടു ബിഹേവിയർ അനാലിസിസ്, നിങ്ങളുടെ പർപ്പസ്, നിങ്ങളൊരു വിഷൻ ഉണ്ടാവണം. ഇപ്പോഴും നമ്മളൊരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് യുവർ ടൈം അല്ലേ, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒക്കെ ഉണ്ട് അതിൽ. സോ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വിഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കൃത്യമായിട്ട് വിഷൻ, ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിവൺ ക്യാൻ ബി എ ബിഹേവിയർ അനലിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഹൗ ഡു യു സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ലേറ്റസ്റ്റ് റിസർച്ച് ഇൻ ബിഹേവിയർ സൈക്കോളജി? അതായത് ബിഹേവിയർ സൈക്കോളജിയിലെ ലേറ്റസ്റ്റ് റിസർച്ചിൽ എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത്? എല്ലാവരും ചെയ്യുന്നത് പോലൊക്കെ തന്നെ നമുക്ക് ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റും ഒക്കെ നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്, ഇപ്പോൾ സൈക്കോളജി ടുഡേ, ഇതൊക്കെ ഏറ്റവും നല്ല സൈക്കോളജി മാഗസിൻസ് ഒക്കെ കിട്ടുന്നതാണ്. സോ ഈ മാഗസിൻസ് എല്ലാം നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ലേറ്റസ്റ്റ് സ്റ്റഡീസ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റഡീസ് എടുത്തതിന് ശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ക്യൂരിയസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു വിഷയത്തെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട്, ആ വിഷയത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഔട്ട്കം അല്ലെങ്കിൽ ഇന്നോവേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് നമുക്കൊരു ഗൂഗിളുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡിഗ് ഡൗൺ ചെയ്ത് ഏത് വെബ്സൈറ്റിലോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ വേ. ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെ. ഞാനും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, വാട്ട് ടെക്നിക്സ് വർക്ക് ബെസ്റ്റ് ഫോർ മാനേജിങ് ഡിസ്റപ്റ്റീവ് ബിഹേവിയർ ഇൻ എ സ്കൂൾ സെറ്റിംഗ്? ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഷഹബാസ് കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കുട്ടികളിൽ എങ്ങനെയാണ് ഒരു ബാഡ് ബിഹേവിയർ, ഡിസ്റപ്റ്റീവ് ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള കണ്ടീഷനിങ്, പണിഷ്മെൻറ്റ് ഒക്കെ കൊടുത്ത് എങ്ങനെയാണ് ഇതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. ഇവിടെ കുട്ടികളെ മാത്രം നമ്മൾ ഷേപ്പ് ചെയ്തുകൊണ്ട് ഒരു എഫക്റ്റീവ്നെസ് കൃത്യമായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ പെർസ്പെക്റ്റീവ്, ടീച്ചേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ്, ഇതെല്ലാം ഒന്നിച്ച് കളക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു മാനേജിങ് നടക്കത്തുള്ളൂ. സോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള രീതിയിൽ മറ്റൊരു വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹാവ് യു യൂസ്ഡ് AI ഡ്രിവൺ ടൂൾസ് ഫോർ ബിഹേവിയറൽ അസസ്മെൻറ്റ്? ഇഫ് സോ, ഹൗ എഫക്റ്റീവ് ആർ ദേ? AI ഡ്രിവൺ ടൂൾസ്, വോയിസ് സ്ട്രെസ് അനാലിസിസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ, ഇപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്നും യൂസ് ചെയ്യാറില്ല. ആൻഡ് AI ടൂൾസ് ആർ അവൈലബിൾ. പക്ഷെ അതിന് വേണ്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടൂൾസ് ഒരു ഫുൾ ഫ്ലെഡ്ജിൽ, അതായത് നമ്മളൊരു കേസ് അല്ലെങ്കിൽ ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് വളരെ പ്രിസൈസ്ഡ് ആയിരിക്കണം. എന്നിരുന്നാലും അവിടെ ഇപ്പോൾ വരെയുള്ള അപ്ഡേറ്റിൽ അവിടെ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ആവശ്യം തന്നെയാണ്. ജോബ് ഇൻ്റർവ്യൂസൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതല്ലാതെ ഒരു അല്ലെങ്കിൽ ഒരു ഹൈ പ്രിസൈസ്ഡ് വേർഷനിലേക്കൊന്നും AI നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഉണ്ട്, വോയിസ് സ്ട്രെസ് അനാലിസിസും മൈക്രോ എക്സ്പ്രഷൻസൊക്കെ AI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ദർ ആർ സോഫ്റ്റ്വെയർസ് ഔട്ട് ദെയർ. ഞാൻ പേഴ്സണലി ഇവിടെ ചെയ്യുമ്പോൾ അത് ചെയ്യാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ടു ഫൈൻഡ് ഔട്ട് ഐ എം എ നാർസിസിസ്റ്റ് ഓർ മാനിപ്പുലേറ്റീവ് ഓർ നോട്ട്, ഹൗ ടു ഓവർകം ഇറ്റ്? ഒരു നാർസിസിസ്റ്റ് ആണോ മാനിപ്പുലേറ്റർ ആണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം, എനിക്ക് തന്നെ തിരിച്ചറിയാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റൊരാളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ടോ? അതായത് നിങ്ങൾ അയാളോട് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എമ്പതി തോന്നുന്നില്ല, നിങ്ങൾ സ്റ്റിൽ നിങ്ങളുടെ ആ ബെനഫിറ്റ്, നിങ്ങൾ അയാളിൽ നിന്ന് നേടിയ ആ ഒരു ബെനഫിറ്റിൽ വളരെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ യു മേ ഹാവ് സം നാർസിസ്റ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റീവ് ബിഹേവിയർ. ദിസ് ഈസ് ദ മോസ്റ്റ് സിംപ്ലിസ്റ്റിക് ആൻഡ് ജനറലൈസ്ഡ് വേർഷൻ. BPAD ക്യൂർ ആകുമോ? അതായത് ബൈപ്പോളർ ഡിസോർഡർ ക്യൂർ ആകുമോ എന്നാണ് ചോദിക്കുന്നത്. ബൈപ്പോളർ ഡിസോർഡർ ഇതുവരെയുള്ള റിസർച്ച് ബേസിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്ലീപ്പ് സൈക്കിള്, വർക്കൗട്ട്, എക്സസൈസ്, ട്രെയിനിങ്, അതുപോലെ തന്നെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മെഡിസിൻസ്, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്ത്, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഒരു ലെവലിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ പറ്റും. ഞാൻ എപ്പോഴും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വളരെ സർഫസ് ലെവലിലുള്ള ഇൻഫർമേഷനാണ്.
അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ യു ഷുഡ് കൺസൾട്ട് ആൻ എക്സ്പേർട്ട്. ഓക്കെ, വാട്ട് വി ക്യാൻ ഡു ടു റെഡ്യൂസ് അവർ നെഗറ്റീവ് സെൽഫ് ടോക്ക്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. നെഗറ്റീവ് തോട്ട്സ് ഒരു വ്യക്തിയിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ സമയത്തും വരുന്നുണ്ടോ, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് വരുന്നത്. നമ്മൾ ട്രിഗർ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ട്രിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ട്രിഗർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് ഒരു ഒരു ബുക്കിൽ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ ഒരു ബുക്കിൽ ഒരു നെഗറ്റീവ് തോട്ട് എഴുതിയതിന് ശേഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എലമെൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാം. അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് ആ നെഗറ്റീവ് തോട്ട് എഴുതിയതിന് ശേഷം അതിനെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. എഗെയിൻസ്റ്റ് അതിനുശേഷം അത് തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇതൊരു വലിയ പ്രോസസ്സാണ്. അതായത് നിങ്ങൾക്ക് ലോട്ട് ഓഫ് നെഗറ്റീവ് തോട്ട്സ് വരും. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ എഴുതി നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം കണ്ടെത്തണം എന്ന് പറയില്ലേ. ഇങ്ങനെ വരുന്ന തോട്ട്സ് നമ്മൾ ഇതുപോലെ ഒരു പാറ്റേൺ നമുക്ക് തന്നെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പതിയെ ഈ തോട്ട്സ് എല്ലാം നമുക്ക് കുറയാൻ തുടങ്ങും. കാരണം നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ലോജിക്കലായിട്ട് ആണ്. എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോജിക്കലായിരിക്കും. ആ ലോജിക്കലായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള സൈഡ് പതിയെ ഡൗൺ ആവും. ഇത് ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് കാണുന്നില്ലല്ലോ. ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ് ഉണ്ടാക്കാനായിട്ട് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ എക്സാക്റ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള കുറച്ച് കണ്ടൻസ് എനിക്ക് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ സാധാരണ വീഡിയോസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചാനൽ എൻ്റെ ഒരു സൈഡ് ഹസിലാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അറിയണം എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ സയൻറ്റിഫിക് ബാക്കപ്പോട് കൂടി തന്നെ ചെയ്യുന്നത് കൊണ്ട് അത് ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബിഹേവിയർ അനാലിസിസിൻ്റെ കേസിൽ എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, അവരെ ബിഹേവിയർ അനാലിസിസ് ചെയ്യുമോ, ഇവരെ ബിഹേവിയർ അനാലിസിസ് ചെയ്യുമോ എന്നൊക്കെ പറയാറുണ്ട്. നമ്മളെപ്പോഴും ഇവിടെ ഈ ചാനൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല നമ്മളെപ്പോഴും ഒരു അനാലിസിസ് ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോഴും അത് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു എത്തിക്കൽ ഫാക്ടറുണ്ട്. ഒരു കേസ് വരുന്ന സമയത്ത് ആ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചെയ്യാറുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ കേസസ് വരുവാണ്, അൺസെറ്റബിൾ ആണ് എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യാറുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് കാണുന്ന പോലെ നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടാവണമല്ലോ. നമുക്കൊരു അനലൈസ് അതുകൊണ്ട് നമ്മളൊരു അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പോഴും ഒരു ഇൻറ്റൻഷൻ, നിങ്ങളിലേക്ക് അതൊരു ഔട്ട്കം, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടാവണം, നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു എനിക്കുണ്ടാവണം. സോ Q&Aയിൽ റെലവൻ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സോ റിമെമ്പർ, ഇത് ജനറലൈസ് ചെയ്ത് പറയുന്ന ആൻസേഴ്സ് ആണ്. സോ ഇതിനൊരു സർഫസ് ലെവലാണ്. ഡീപ്പ് ലെവലിലേക്ക് നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ടോപ്പിക്ക്, നിങ്ങളൊരു ടോപ്പിക്ക് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ചില ടോപ്പിക്കൊക്കെ വളരെ വാസ്റ്റ് ആയിരിക്കും, വളരെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ടോപ്പിക്സ് ആയിരിക്കും. സോ നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ടോപ്പിക്സ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ജസ്റ്റ് സ്പെസിഫൈ ചെയ്ത ടോപ്പിക്, അതായത് കുറച്ചും കൂടെ നാരോ ഡൗൺ ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പ് ചെയ്തിട്ട് അതിനെപ്പറ്റി നമുക്ക് വീഡിയോ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്.